Good afternoon. Okay, അപ്പോൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു അല്ലെ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളായിരുന്നു നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ആംബുലൻസ് സർവീസ് ആണ്. ആംബുലൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ആംബുലൻസ് കാണാത്തവരില്ല, എല്ലാവരും കണ്ടിട്ടില്ലേ? ഇല്ലേ? ആംബുലൻസ് കണ്ടിട്ടില്ലേ? പേജ് നമ്പർ ആണോ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടേ? 71. ടെക്സ്റ്റില് പേജ് നമ്പർ 71 ആണ്. ആംബുലൻസ് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഇനി ആംബുലൻസിൽ കേറിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ നോ ഇല്ല. നിങ്ങളുടെ റിലേറ്റീവ്സിനെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ കേറിയിട്ടുണ്ട്. അനുഷ, അശ്വതിയൊക്കെ എസ്റ്റിമേറ്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി നമ്മള് ഇതിനകത്ത് ആംബുലൻസ്, പല ടൈപ്പ് ആംബുലൻസുകള്, അതിനകത്തുള്ള ഫെസിലിറ്റി കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ അനുസരിച്ച്, അതിന്റെ ഫെസിലിറ്റി അനുസരിച്ച്, ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ പല ടൈപ്പ് ആംബുലൻസുകള്. പിന്നെ അതിനകത്ത് ആംബുലൻസിലെ ജോലിക്കാര്, ക്രൂസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെ കുറിച്ച് അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ആംബുലൻസ് സർവീസ് എന്താണ് ശരിക്കും ആംബുലൻസ് എന്ന് പറഞ്ഞാൽ? ആംബുലൻസ് എന്താ, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണത്? ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസി കേസ്, ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ നമുക്ക് പേഷ്യന്റിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ നമ്മള് സാധാരണ നമ്മുടെ വെഹിക്കിളിൽ പോകുമ്പോൾ നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ ആംബുലൻസ് ആകുമ്പോഴത്തേക്കും കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ പോകുമ്പോൾ വേഗത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഇതാണ്. പിന്നെ അതിനകത്ത് ഫെസിലിറ്റികളുണ്ട് അല്ലെ? ചില പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫെസിലിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റികളും ഒക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ നമുക്ക് ഓരോന്ന് പറയുമ്പോൾ പഠിക്കാം കേട്ടോ. പിന്നെ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ. ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, കുറെ ഡിവൈസുകൾ ഉണ്ട്. അത് നമുക്ക് ഓരോ ടൈപ്പിലും, ടൈപ്പ് സിയിലും ടൈപ്പ് ഡിയിലും ഒക്കെ ഏതൊക്കെയാണെന്നുള്ള നല്ല ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. നോക്കിയേ, an ambulance is a medically arranged vehicle which transport patients to treatment facilities such as hospitals. ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ. അതായത് എന്താ, മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട് അതിനകത്ത്. സാധാ ടൈപ്പ്, പല ടൈപ്പ് ആംബുലൻസുകളുടെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. എങ്കിലും നമുക്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെന്റൻസ് ഫസ്റ്റ് ലൈൻ തന്നെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ. Ambulance is a medically arranged vehicle which transport patient to treatment facilities such as hospital. ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യന്റിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Typically, out of hospital medical care is given to the patient during the transport. അപ്പൊ ട്രാൻസ്പോർട്ട് സമയത്ത് അതാണ്. ചിലപ്പോ നമുക്ക് നോർമലി നമുക്ക് കൊണ്ടുപോകാം. സാധാ ടൈപ്പ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. എങ്കിലും ഇപ്പൊ ഈ എമർജൻസി ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കെയറിന് വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കെയർ കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് വളരെ എമർജൻസി ആയിട്ട് നമ്മളിപ്പോ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വെന്റിലേറ്റർ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് വെന്റിലേറ്റർ വയ്ക്കാൻ പറ്റൂല്ലോ അല്ലേ?
അപ്പൊ വെച്ചാൽ അതോടുകൂടി അപ്പൊ നമുക്ക് ആ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് സമയത്തും എന്ത് ചെയ്യണം, ആ ഫെസിലിറ്റി കൊടുക്കണം. ഹോസ്പിറ്റലിൽ കൊടുത്തേക്കുന്ന അതേ ഫെസിലിറ്റിയോട് കൂടി, അതേ മെഡിക്കൽ കെയറോട് കൂടി നമുക്ക് എന്താ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതിനും കൂടി അത് അറേഞ്ച് ചെയ്തേക്കുന്ന വെഹിക്കിളാണത്. ഹോസ്പിറ്റലിന്റെ പുറത്തും മെഡിക്കൽ കെയർ ആ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് ഓരോന്ന് പറയാം എങ്കിലും കോമൺ ആയിട്ടുള്ളത് ECG മെഷീൻ ഉണ്ടാവും, വെന്റിലേറ്റർ ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, നെബുലൈസർ ഉണ്ടാവും, BP അപ്പാരറ്റസ്, ഇങ്ങനെ കുറെ മെഡിക്കൽ കെയർ കൊടുക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും, സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു നമ്മള് ഹോസ്പിറ്റലിന് പുറത്തും ആ ഒരു മെഡിക്കൽ കെയർ കൊടുത്തിട്ട് തന്നെ ആ ട്രാൻസ്പോർട്ട് സമയത്തും യാത്രാ സമയത്തും നമുക്ക് ആ മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് ആംബുലൻസിലൂടെ പറ്റും. Then next നോക്കിയേ, ambulance are used to react to medical emergencies by emergency medical services. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്, EMS, എമർജൻസി മെഡിക്കൽ സർവീസസ്. ഒരു EMS മുഖേന, എമർജൻസി മെഡിക്കൽ സർവീസ് മുഖേന മെഡിക്കൽ എമർജൻസിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ രൂപകൽപ്പന ചെയ്തേക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു എമർജൻസിയോട് റിയാക്ട് ചെയ്യാൻ, പ്രതികരിക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ഉപയോഗിക്കാം. ഓക്കെ, എമർജൻസി മെഡിക്കൽ സർവീസ് മുഖേന ഒരു മെഡിക്കൽ എമർജൻസിനോട് പ്രതികരിക്കാനായിട്ട് നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കാം. അതായത് എന്താ അവിടെ അർത്ഥമാക്കണേ, ആംബുലൻസിന്റെ ഉള്ളിലും നമുക്ക് എന്തുണ്ട്, ആ ഫെസിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്, അല്ലെ? They can swiftly transport paramedics. പെട്ടെന്ന് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാരാ? പാരാമെഡിക്സ് ആരാ? ഡോക്ടറിന്റെ ഒക്കെ വർക്കില് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഡോക്ടറും നേഴ്സും അല്ലാതെയൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്, അല്ലെ? ലാബില് ഒക്കെ നമ്മള് ആ ഒരു ഫീൽഡില് ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ അവരുടെ വർക്കില് ഹെൽപ്പ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവര്, ഡോക്ടറിനെയും നേഴ്സിനെയൊക്കെ അവരുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പാരാമെഡിക്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റും. They can safely transport paramedics and other first responder to the scene. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ആരാ? ഒരു അപകടം നടക്കുകയാണ്, അപ്പൊ ആംബുലൻസ് ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരാള്. CPR കൊടുക്കൂലേ? ഇപ്പൊ ഒരു ആൾക്ക് കാർഡിയാക് അറസ്റ്റ്, നമുക്ക് ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമാണ്, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് CPR ആണ്. അപ്പൊ അങ്ങനെ CPR കൊടുക്കാനൊക്കെ പ്രാപ്തരായിട്ടുള്ള ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അപ്പുറത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, എ പേഴ്സൺ who reaches first at the scene of an incident. ഇതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി. ആംബുലൻസ് വരുമ്പോൾ ഡ്രൈവർ ഉണ്ടാവും, പിന്നെ അതിനകത്ത് ഒരാളും കൂടി ഉണ്ടാവും. 2 ക്രൂസ് എങ്കിലും വേണമെന്നാ പറയണ ആംബുലൻസില്. അപ്പൊ അതിനകത്ത് അങ്ങനെ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, CPR പോലുള്ളത് കൊടുക്കാനായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളും ഉണ്ടാവും. അവരെ എന്ത് ചെയ്യുന്നു, ആ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തേക്ക്, സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ആൻഡ് ക്യാരി എക്യുപ്മെന്റ്സ് ഫോർ അഡ്മിനിസ്ട്രിങ് എമർജൻസി കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ഹോസ്പിറ്റൽ ഓർ അതർ ഡെഫിനിറ്റീവ് കെയർ. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്നത് അവിടെ നമുക്ക് എക്യുപ്മെന്റ്സുകളും ഇതോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സുകളും, എമർജൻസി ട്രാൻസ്പോർട്ട് സമയത്ത് നമുക്ക് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ വേണം, അല്ലെ? ആംബുലൻസിൽ ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് ആണ്, വെന്റിലേറ്ററോട് കൂടി തന്നെ വേണം നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെ? അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കുറെ പറഞ്ഞല്ലോ, ECG മെഷീൻ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ. അപ്പൊ എമർജൻസി കെയർ കൊടുക്കുന്ന നമ്മളെ ആ എക്യുപ്മെന്റ്സുകള് ഇതെല്ലാം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സജ്ജീകരണവും ഈ ആംബുലൻസിൽ ഉണ്ടാവും.
അപ്പൊ ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് ഉപയോഗിക്കാം എന്നാ പറഞ്ഞേക്കുന്നത്. They can safely transport paramedics and first responder to the scene. പാരാമെഡിക്സുകളെ ഫസ്റ്റ് റെസ്പോണ്ടറെ ഒക്കെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനും carry the എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനും അല്ലെ. അപ്പൊ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു എക്യുപ്മെന്റ്സ് ആ ഒരു സംവിധാനം ആംബുലൻസിൽ ഉണ്ടായിരിക്കും, അത് കൊണ്ടുപോകാൻ. Then for administering emergency care and transport patient to, പിന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ കെയർ ഫെസിലിറ്റി ഉള്ള ആ സ്ഥലത്തിലേക്കൊക്കെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും കൊണ്ടുപോകാനും വേണ്ടി നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അപ്പൊ അതിനകത്ത് നിങ്ങൾ EMS എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ അതിനകത്ത് ഫസ്റ്റ് റെസ്പോണ്ടർ ചോദിക്കാറുണ്ട്. ഒരു അപ്പുറത്ത് അവിടെ ഡെഫിനിഷൻ വരുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഒന്ന് എഴുതി വെച്ചോ, അവിടെ തന്നെ ഒന്ന് എഴുതിയാലും മതി. എ പേഴ്സൺ ഹൂ റീച്ചസ്, എ പേഴ്സൺ ഹൂ റീച്ചസ്, REACHES, reaches, a person who reaches first, ആദ്യം എത്തുന്ന ആളാ, FIRST, first at the scene, SCENE, scene of an incident. Scene of an incident. A person who reaches first at the scene of an incident and whose job is സെക്കൻഡ് മൊഡ്യൂൾ ആണ്. പേജ് നമ്പർ എത്രയാണ്? 17 or 71. And whose job is to give early critical care. ഫസ്റ്റ് എയ്ഡ് CPR പോലെ CPR ഒക്കെ കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. A person who reaches first at the scene of an incident and whose job is to give early critical care. Okay, അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടറെ പാരാമെഡിക്സുകളെ ഒക്കെ നമുക്ക് കൊണ്ടുപോകാനും ഒന്നുകൂടെ പറയണോ? A person who reaches, REACHES, reaches first, FIRST, first at the scene, SCENE, scene of an incident, INCIDENT, incident. And whose job is to give early, EARLY, critical care. Okay, അപ്പൊ ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അദ്ദേഹത്തിന് CPR പോലുള്ള ഫസ്റ്റ് എയ്ഡ് early critical care കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാള്, അദ്ദേഹത്തെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ഇപ്പൊ പാരാമെഡിക്സുകളെ ഫസ്റ്റ് റെസ്പോണ്ടറെയൊക്കെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനും എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാനും ആ എമർജൻസി ട്രാൻസ്പോർട്ട് സമയത്ത്, അപ്പൊ എമർജൻസി ട്രാൻസ്പോർട്ട് സമയത്ത് അതിനുവേണ്ട എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകാനും പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. ഇവരെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പേഷ്യന്റിനെയാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനും വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the term ambulance come from the Latin word ambulare. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ് ആയ ആംബുലറെ എന്ന് പറഞ്ഞ വേർഡാണ്. ആംബുലറെ,
The term ambulance comes from the Latin word dash. ചോദിക്കാറുണ്ട് ambulare. A-N-B-U-L-A-R-E. Ambulare. As meaning. What is the meaning? To walk or move about. നടക്കുക അല്ലെങ്കിൽ to walk or move about. നീങ്ങുക എന്നുള്ള ഒരു മീനിങ് വരുന്ന ambulare എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. Okay, the ambulance comes from the Latin word ambulare as meaning to walk or move about. അതും അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. What is the meaning of ambulare? To walk or move about. നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്ന മീനിങ് ആണ് ambulare എന്നുള്ളതിന്റെ മീനിങ്. Which is reference to early medical care where the patients were carried by lifting or wheeling. അത് എന്തിനെ റെഫർ ചെയ്യുന്നത്? അത് to walk or move about എന്ന് പറഞ്ഞ ambulare എന്ന് പറഞ്ഞ മീനിങ് ഇല്ലേ, ആ ഒരു വേർഡ് അതിന്റെ മീനിങ് ആണ് പറഞ്ഞത് നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ളത്. അത് എന്തിനു സൂചിപ്പിക്കുന്ന? ഇത് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ രോഗികളെ എങ്ങനെ ലിഫ്റ്റിംഗ് വഴി എടുത്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വീലിംഗ് വഴി വെച്ച് നമ്മൾ തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീലിംഗ് വഴിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പണ്ട് കാലത്തെ ഒരു ആദ്യകാല വൈദ്യശാസ്ത്ര മെഡിക്കൽ കെയർ വൈദ്യശാസ്ത്രത്തെ പരാമർശിക്കുന്നതാണ് ആ ഒരു പേര്. ഓക്കെ, അതാണ് പണ്ട് കാലത്ത് എങ്ങനെയാ നമ്മൾ ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴിയാണ് പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനെ പരാമർശിക്കുന്നതാണ് നമ്മൾ ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. There are so many types of ambulance. ആംബുലൻസുകൾ പലതരമുണ്ട്, പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ. പല തരത്തില് നമുക്ക് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ റോഡ് ഗോയിങ് ആംബുലൻസ്. റോഡിലൂടെ പോകുന്ന ആംബുലൻസ് ഇതാണ് റോഡ് ഗോയിങ് ആംബുലൻസ്. അതേതാ? വാൻ. വി ആണ് കേട്ടോ അവിടെ. VANS. വാനുകൾ ആംബുലൻസ് ആയിട്ട് ഇല്ലേ? വാനുകള് നമ്മൾ ആംബുലൻസ് ഇതാക്കിയിട്ടുണ്ട്. വാൻ പോലുള്ള ആംബുലൻസുകളുണ്ട്. മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ് ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ആണ്. റോഡ് ഗോയിങ് ആംബുലൻസ്, വാൻസ്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ് റോഡിലൂടെ പോകുന്നത്. Then എയർ ഗോയിങ് ആംബുലൻസ് എയറിലൂടെ പോകുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. Then വാട്ടർ ഗോയിങ് ആംബുലൻസ് വാട്ടറിൽ കൂടെ പോകുന്നത്. ഏതാ? ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്. ഈ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പറയുന്ന റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിളും ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തത് അതിനകത്ത് വരുന്നത് ഇനി ഫങ്ഷണൽ ടൈപ്പ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ടൈപ്പായിട്ട് തിരിക്കാം. അതിന്റെ ഫങ്ഷൻ, അത് എന്ത് ഫങ്ഷനാണ്, പ്രവർത്തനമാണ് നമുക്ക് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻ അനുസരിച്ച് എന്ത് സർവീസാണ് നമുക്ക് തരുന്നത്, അതനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? എമർജൻസി ആംബുലൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഫസ്റ്റത്തെ ഏതാ? ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എമർജൻസി ആംബുലൻസ് ഉണ്ട്. Then patient transport ambulance. രണ്ടാമത്തെയാണ് പേഷ്യന്റിന് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി മാത്രമുള്ളത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. മൂന്നാമത്തെ ആംബുലൻസ് ബസ്. Then അടുത്തത് ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ്, അവരാണ് ആ സർവീസ് തരുന്നത്. ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 7 ആയിട്ട് തിരിക്കാം. അതിന് ഫസ്റ്റത്തെയാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നത്? എന്ത് പർപ്പസ്? എന്തിനു വേണ്ടിയായിരിക്കും എമർജൻസി ആംബുലൻസ്? എമർജൻസി അല്ലെ? എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോയി വളരെ അത്യാസന്ന നിലയിൽ അല്ലെ, വളരെയധികം ഇതായിട്ട് എമർജൻസി ആയിട്ട്
നമുക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് ആണ് എമർജൻസി ആംബുലൻസ് തരുന്നത്. സാധാരണ രീതിയിൽ പോകണമെങ്കിൽ എമർജൻസി ആംബുലൻസ് വേണ്ട അല്ലെ? എമർജൻസി ആംബുലൻസ് നോക്കിയേ, ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ നമ്മൾ അങ്ങനെ ഒരു രോഗമോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും അല്ലെ? ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റികൾ ആംബുലൻസിന് ഉണ്ടാകും. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് എമർജൻസി ആംബുലൻസ്. ഓക്കെ, the most usual mode of ambulance which gives care to patient with a critical illness or injury. ക്രിട്ടിക്കൽ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് രോഗമൊക്കെ വന്നോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളത്. ദിസ് ക്യാൻ ബി, ഇതെങ്ങനെ എന്താകാം? റോഡ് ഗോയിങ് വാൻസ്, റോഡിലൂടെ പോകുന്ന വാനുകളാകാം, അല്ലെങ്കിൽ ബോട്ട്സുകളാവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് നോൺ ആസ് എയർ ആംബുലൻസ്, എയർ ആംബുലൻസ് ആവാം. അല്ലെങ്കിൽ നോക്കിയേ, ഇവർ കൺവേർട്ടഡ് വെഹിക്കിൾ സച്ച് ആസ് ഗോൾഫ് കാർട്ട്, ഗോൾഫ് കാർട്ട് പോലെ പരിവർത്തനം ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാന്ന്. കേട്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട് എന്ന്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചില ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പേഷ്യൻസിനെയൊക്കെ ആണെങ്കിൽ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വെഹിക്കിള്, ജീപ്പൊക്കെ പോലെ ഇരിക്കുന്നത് ഗോൾഫ് കാർട്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫുട്ബോൾ അല്ല, പ്ലേയേഴ്സ് ഒക്കെ കളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരെ നമ്മള് കൊണ്ടുപോകാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഗോൾഫ് കാർട്ട്. ഒരു നമ്മൾ എന്താ പറയാ, ഒരു അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഓട്ടോറിക്ഷയുടെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതങ്ങനെ നമ്മുടെ പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട്? ഹോസ്പിറ്റലുകൾ കാണാം, അല്ലാത്ത സ്ഥലങ്ങൾ എയർപോർട്ടിൽ ഒക്കെ ആണെങ്കിലും ഒക്കെ കാണാം നമുക്ക്. കണ്ടിട്ടില്ല? ഒരു കാര്യം ചെയ്തേ, ഇനി ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് ഗൂഗിളില് ഗോൾഫ് കാർട്ട് എന്നൊന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. പല മോഡല് വണ്ടികളും അവിടെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓട്ടോറിക്ഷയൊക്കെ ജീപ്പിന്റെ ഒക്കെ പോലെ ഇരിക്കുന്നതാണ്. നിങ്ങൾ എന്താ പറയാ, ഇപ്പൊ പ്ലേയേഴ്സ് ഒക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയെങ്കിൽ സ്ട്രക്ചറിൽ നമുക്ക് കൊണ്ടുപോകാം. എങ്കിലും നമുക്ക് അവരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരിരുത്തിയൊക്കെ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു വണ്ടിയാണത്, വെഹിക്കിൾ തന്നെയാണത്. ഇപ്പൊ എന്താ പറയാ, ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോ കാണാം, ഇപ്പൊ കുറെ ദൂരമൊക്കെ ബിൽഡിംഗ് ഒക്കെ ഒത്തിരി ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിനൊക്കെ നടന്നു പോകാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ കയറിയിരുന്നാൽ മതി. അത് ഡ്രൈവ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അതിൽ കൂടെ കയറി പോകാം. അങ്ങനെയുള്ളൊരു ഇതാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ, അപ്പൊ കാണാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാം ആരൊക്കെ കണ്ടോന്ന്. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക ഗോൾഫ് കാർട്ട്. നിങ്ങൾക്ക് പറയുന്നേക്കായും കുറച്ചും കൂടി അത് കാണുമ്പോ അതിന്റെ പിക്ചർ കാണുമ്പോ മിക്കവാറും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പല സ്ഥലങ്ങളിലും നമ്മൾ എയർപോർട്ടിലും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്, ഇത് ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗോൾഫ് കാർട്ട് പോലെ പരിവർത്തനം ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് അതിനകത്ത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് gives care to patient with a critical care, transport the patient with a critical illness or injury. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ആംബുലൻസ് ആണ്? താഴെ തന്നിരിക്കുന്നത് ഏത് ആംബുലൻസ് ആണ്? ഏതാണ്? എമർജൻസി ആംബുലൻസ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ദിസ് ഈസ് ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ്. സാധാരണ ഒരു മാർക്കാണ്. സാധാരണയായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു മോഡ്, ആംബുലൻസ് മോഡാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് റോഡുകളിൽ പോകുന്ന വാനുകളാവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, എയർ ആംബുലൻസ് ആവാം, അല്ലെങ്കിൽ ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാം. ഇനി രണ്ടാമത്തെയാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അപ്പൊ അതെന്തിനായിരിക്കും? എമർജൻസി നമ്മൾ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളത്. ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചറി അങ്ങനെയുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യാൻ. ഇനി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്താ? പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. എമർജൻസി ഒന്നും ആവണ്ട, എമർജൻസി ആവണമെന്നൊന്നുമില്ല, സാധാരണ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഒരു പേഷ്യൻസ് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആംബുലൻസ് സർവീസ് ആവശ്യപ്പെടാം. അപ്പൊ നമുക്ക് ആ പേഷ്യൻസിനെ, അത് മുൻകൂട്ടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എമർജൻസി ആയിട്ടൊന്നും പോണതല്ല. 108 കോൾ ചെയ്യുന്ന നമ്പർ ആട്ടോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആംബുലൻസിനെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ, കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഉണ്ട്. നല്ലൊരു ചാപ്റ്റർ ആണ് ഇത്, നമുക്ക് ബോറടിക്കില്ല, നമുക്ക് കേട്ടോണ്ടിരിക്കാം. പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞപ്പോ പേഷ്യന്റിനെയൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പൊ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാലോ, എമർജൻസി ആയിട്ട് കൊണ്ടുപോകണതല്ല. അപ്പൊ നമുക്ക് ആംബുലൻസിനെ വിളിക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ എന്താ, അവിടെ വേറെ ഫെസിലിറ്റി ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് പേഷ്യന്റ് കൊണ്ടുപോവുക എന്നുള്ള കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ വേറെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളോ ഇങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും അവിടെ വേണ്ട. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി സാധാരണ നമുക്ക് പേഷ്യന്റിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് to, from or between the location of medical treatment such as hospital or dialysis center for non-urgent care. Urgent അല്ല അവിടെ, അല്ലെ? എമർജൻസി ആയിട്ടല്ല. നമുക്ക് ഓൾറെഡി അറിയാം ആ പേഷ്യന്റ് ഇന്ന ദിവസം ഡയാലിസിസ് ചെയ്യാൻ പോണെന്ന്. അപ്പൊ നോർമലി സാധാരണ അവരെ ഒന്ന് കൊണ്ടുപോയാൽ മതി. സാധാരണ നമ്മൾ വണ്ടി വിളിച്ച് പോകുന്നതിനേക്കാൾ സേഫ് ആയിട്ട് അവര് പേഷ്യൻസിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക്, ഈ ഡയാലിസിസ് സെന്ററിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ അതിൽ വരുന്നുള്ളൂ. അണ്ടർലൈൻ ചെയ്തിട്ട്, എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഓർ ഫോർ ബിറ്റ്വീൻ ദ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ നോൺ അർജന്റ് കെയർ. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫോർ നോൺ അർജന്റ് കെയർ, അർജന്റ് അല്ലാത്ത ആവശ്യങ്ങൾക്ക് പേഷ്യന്റിന് ഹോസ്പിറ്റലിലേക്ക്, ഡയാലിസിസ് സെന്ററിലേക്ക് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരിച്ച, അതിനു വേണ്ടിയുള്ള ആംബുലൻസ്. ഓക്കെ, ക്ലിയർ ആയുള്ളത്? ദേ ക്യാൻ ബി, അത് ഏതൊക്കെയാവാം? വാൻ ആവാം, ബസ്സുകളാവാം, ഓർ അതർ വെഹിക്കിൾ, മറ്റുള്ള വാഹനങ്ങളും ആകാം. ക്ലിയർ ആയില്ലേ? ഡിഫറൻസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം, ബസ്. കാറും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാറും ബസ്സും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയും ബസ്സും, വാനും ബസ്സും അതൊക്കെ എന്താ? ബസ് എന്ന് പറഞ്ഞ എന്താ? വീലർ. കാറിന് 4 വീലർ. വീലർ. ഓക്കെ, വീലല്ലാതെ എന്താ ബസ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താ? വെരി ഗുഡ്. കുറെ പേരെ കൊണ്ടുപോകാൻ പറ്റൂല ബസ്സില്. ഇപ്പൊ കാറിൽ 4, 5 മാക്സിമം കുത്തികൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ 6, ഓരോ കാറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അതാണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞു. കുറെ പേരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ അതിനകത്ത് ഒരു ബസ്സാണ് അപകടത്തിൽ പെട്ടേന്ന് വിചാരിക്കാം. അപ്പൊ ബസ്സിലുണ്ടാകുന്ന ഒരു 10 പേർക്ക് ഇച്ചിരി ക്രിട്ടിക്കൽ ആയിട്ട് അപകടം പറ്റിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് 10 പേരെ നമുക്ക് ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് 10 ആംബുലൻസ് വിളിക്കാൻ പറ്റുമോ? 10 ആംബുലൻസ് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അതായത് കുറെ പേരെ നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, 10ഓ 20ഓ പേർക്ക് നമുക്ക് ഒരുമിച്ച് അതില് പോകാൻ പറ്റും. ഇതാണ് ആംബുലൻസ് ബസ്. ഓക്കെ, എ ഹ്യൂജ് ആംബുലൻസ്, വലിയ ആംബുലൻസ് ആണ്. വയനാട് ദുരന്തം. ഓക്കെ, അവിടെ വരെ എത്തി അവര്.
Okay, a huge ambulance usually based upon a bus chaser. ബസിന്റെ മാതൃകയിൽ ഉള്ള ആ ഒരു ഫ്രെയിം അതല്ലെങ്കിൽ അത്രയും വലിയ ഒരു ആംബുലൻസ് ആണ്. That can move out of and transport a great number of patients. കുറെ ആളുകളെ ഒരുമിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. അതിലൊന്ന് ലാസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേ. Can move out and transport a great number of patients. ഒരുപാട് പേരെ ഒരുമിച്ച് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ്. ക്ലിയർ ആവുന്നില്ല? നിങ്ങൾക്ക് ഓരോന്നും ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? എമർജൻസി ആംബുലൻസ് ആണെങ്കിൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ, ക്രിറ്റിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളത്. രണ്ടാമത് നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എമർജൻസി ഒന്നും അവിടെ സാധാരണ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ്, ഒരു വലിയ ആളുകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, അവിടെ 10ഓ 20ഓ പേരെ നമുക്ക് ഒരുമിച്ച് അതിൽ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആംബുലൻസ് ബസ്. ഇനി അടുത്ത് നോക്കിയേ, ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. നോക്കിയേ, ഇറ്റ്സ് എ പർട്ടിക്കുലർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ ചേസസ് എന്ന് പറഞ്ഞ ബേസ് ഫ്രെയിം എ കാർ. ബ്രാക്കറ്റ് കണ്ടില്ലേ? ആ കാറിന്റെ നമുക്ക് ഒരു ബേസ് ഫ്രെയിമില് ചേസസ് എന്ന് പറഞ്ഞ ബേസ് ഫ്രെയിം എ കാർ, അതായത് അത്രയും വലിപ്പമുള്ളതാണ്. അതേപോലെയുള്ള ഒരു ഫ്രെയിം വെച്ചിട്ട് കുറെ ആളുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണുള്ളതാണ്. നോക്കിയേ, ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എ പർട്ടിക്കുലർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഗിവൺ ബൈ എ ചാരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് for the purpose of taking sick children or adult on outing or vacation away from hospitals, hospice centers or care homes where they are in long-term care. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, അതായത് നമ്മള് ഈ ഒരു ചാരിറ്റി, ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ, സിക്കായിട്ടുള്ള കുട്ടികളെ, പ്രായമായിട്ടുള്ള കുട്ടികളെ, ആളുകളെയൊക്കെ, പ്രായമായിട്ടുള്ള ആളുകളെ, ഇവരെയൊക്കെ നമുക്ക് ഒരു ഔട്ടിങ്ങിന് പുറത്തേക്ക് ഒരു ചാരിറ്റി ഒക്കെ നമ്മള് എന്താ പറയാ, അവിടെ ഉള്ള ഒരു 10-20 പേരെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിസ് സെന്ററുകള് അവിടെ അല്ലെങ്കിൽ കെയർ ഹോം അവിടെ നിന്നൊക്കെ നമുക്ക് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വെക്കേഷൻ അവേ ഫ്രം ഹോസ്പിറ്റൽസ്, അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുമിച്ച് അവരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി നൽകുന്ന ഒരു ആംബുലൻസ് ആണ്. അതിന്റെ കീഴിലുള്ള ഒരു ആംബുലൻസ് ആണ്. അപ്പൊ അവിടെയുള്ളവരെയൊക്കെ ഒരുമിച്ച് ഒരു ഔട്ടിങ് പോലെ പുറത്ത് കൊണ്ടുപോകാം. അതായത് രോഗം ബാധിച്ച കുട്ടികളെയോ, സിക്കായിട്ടുള്ള കുട്ടികളെയോ, മുതിർന്നവരെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നോ, ഹോസ്പിറ്റൽ സെന്ററുകളിൽ നിന്നോ, അല്ലെങ്കിൽ ദീർഘകാല പരിചരണത്തിൽ, അതാണ് ലോങ് ടേം കെയർ, പരിചരണത്തിൽ കഴിയുന്നവരെയൊക്കെ അവരെ ഒരു ഔട്ടിങ്, ഫിലിമി കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഫിലിമിൽ കണ്ടിട്ടുണ്ടെന്നാ ശരിയാ. കെയർ ഹോമുകളിൽ നിന്നോ അല്ലെങ്കിൽ അവധിക്കാലങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ആണ് ആംബുലൻസ് സർവീസ് നടക്കുന്നത്. ഓക്കെ, അതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കാണ്, ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡം ജംബുലൻസ് പ്രോജക്ട്. യുകെയിലെ ജംബുലൻസ് പ്രോജക്ട് എന്ന് പറയുന്നത് ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്സിന്റെ പോലെയുള്ളത്. അപ്പൊ കുറെ പേരെ കൊണ്ടുപോകണ്ടേ, ആ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ ഹെൽത്ത് ഈ ഹോസ്പിറ്റൽ സെന്ററിൽ ഒരു 10-20 പേരുണ്ട്. അപ്പൊ ഒരു ഔട്ടിങ് പോലെ അവരെ കൊണ്ടുപോകാം. സാധാരണ ഇതിൽ പോകണ്ട. അപ്പൊ ആ ഒരു ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗിവൺ ബൈ എ ചാരിറ്റി. അതിനു വേണ്ടി അപ്പൊ അത്രയും പേരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. ആ പേര് കേട്ടാൽ തന്നെ അറിയാം. ഈ നമ്മുടെ ഈ ജംബുലൻസ് പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആണ്, ഒരു ട്രസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ ആ ട്രസ്റ്റില് നമുക്ക് അതിന്റെ കീഴിൽ ട്രസ്റ്റ് കൊടുക്കുന്നതാണ് ശരിക്കും ഒരു ചാരിറ്റി പോലെ അത് കൊടുക്കുന്നതാണ് ഒരു ആംബുലൻസ് ആണ്.
അപ്പൊ അത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. particular mode of patient transport ambulance given by a charity. ആയിട്ടുള്ളവരെയോ അടച്ച് മുതിർന്ന പ്രായമായ വയസ്സായ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ളവരൊക്കെ താമസിക്കുന്ന ഹോസ്പിറ്റൽ സെന്ററിലൊക്കെ താമസിക്കുന്നവരെയൊക്കെ ഒരുമിച്ച് ഔട്ടിങ് ഒരു ഔട്ടിങ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാരിറ്റി നൽകുന്ന ആംബുലൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ പെക്യുലിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളതാണ് കേട്ടോ. രണ്ടാണെങ്കിലും ശരിയാണ്. പെക്യുലിയർ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളത് ഒരു ആംബുലൻസ് ആണെന്നുള്ളത് കേട്ടോ. പെക്യുലിയർ എന്ന് പറഞ്ഞാലും പർട്ടിക്കുലർ എന്ന് പറഞ്ഞാലും ശരിയാണ്. നിങ്ങൾക്ക് അവിടെ ഇതാണ് അല്ലെ, പെക്യുലിയർ എന്നാണ്, കുഴപ്പമില്ല. പ്രത്യേക രീതിയിലുള്ള ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. അത് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ബാരിയാട്രിക് ആംബുലൻസ് ആണ്. ബാരിയാട്രിക് ആംബുലൻസ് a particular mode of patient transport ambulance designed for extremely overweight patients equipped with the proper tools to move and manage these patients. Okay, ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യൻ, ഒരു പ്രത്യേക രീതിയിലുള്ള പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. എന്തിനു ഡിസൈൻ ചെയ്തേക്കുന്ന എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യന്റ്, നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അവരെ നമ്മൾ എടുത്ത് കയറ്റി ആംബുലൻസിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ, അവരെ പിടിച്ച് കയറ്റാനൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആംബുലൻസിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓവർ വെയിറ്റ് പേഷ്യൻസ് equipped with the proper tools to move and manage these patients. ആ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനോ നമുക്ക് എടുത്തു മാറ്റിയിരുത്താനോ അല്ലെങ്കിൽ എടുത്തൊക്കെ നമുക്ക് ഇരുത്താനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ അവരെ അത്രയും വെയിറ്റുള്ള പേഷ്യൻസിനെ ഒന്ന് മാനേജ് ചെയ്യാൻ രീതിയിലുള്ള ഉപകരണങ്ങൾ, ടൂൾസ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ടൂൾസുകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ അധികം ഇത് സ്ട്രെയിൻ ചെയ്യണ്ട. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ആ ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Peculiar mode of patient transport ambulance designed for extremely overweight patient. അങ്ങനെ വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബാരിയാട്രിക് ആംബുലൻസ്. ഓക്കെ, ഇനി അടുത്തത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. അതെന്തായിരിക്കും റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ? Collect the body of individuals who have died suddenly from heart attack, accidents and other emergency and to try to preserve the organs. ഈ ആംബുലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു, ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ അങ്ങനെയുള്ള പേഷ്യൻസ് ഇല്ലേ, ഇപ്പൊ അങ്ങനെ മരിച്ച പേഷ്യൻസ്, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് തന്നെ ഓൺ ദ വേയിലോ അല്ലെങ്കിൽ നമ്മൾ ആ സംഭവ സ്ഥലത്ത് ഓൺ ദ സ്പോട്ടില് ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ച പേഷ്യൻസ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. എന്തിനാ? അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞ് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ അവരുടെ ഓർഗൻസ് നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ അത് വേറെ പേഷ്യൻസിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓർഗൻസ് മാറ്റി വയ്ക്കാം. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു ടൈം ഉണ്ട്, നമ്മൾ ആ ടൈമിനുള്ളിൽ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് അത് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഓർഗൻസ്. അപ്പൊ അങ്ങനെ ആ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അപ്പൊ അവർക്കിടെ അങ്ങനെ പെട്ടെന്ന് മരണമടഞ്ഞ ആളുകളുടെ ഓർഗൻ റിക്കവർ ചെയ്യുക, അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഇത്ര ടൈമിൽ എത്തണം.
അപ്പൊ ഓർഗൻസ് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് ആൻഡ് അതർ എമർജൻസി ആൻഡ് ട്രൈ ടു പ്രിസർവ് ദ ഓർഗൻ. അപ്പൊ എന്താ, അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പെട്ടെന്ന് മരണമടഞ്ഞ ആളുകളെ അവരുടെ ബോഡി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആംബുലൻസ്, അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏഴാമത്തെ സൈക്യാട്രിക് ആംബുലൻസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസി. സൈക്യാട്രിക് എമർജൻസിയിലുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണ് സൈക്യാട്രിക് ആംബുലൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. കമ്മിറ്റഡ് ടു ട്രീറ്റ് ദ സൈക്യാട്രിക് എമർജൻസി. പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസിന്റെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. കളക്ട് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് ആൻഡ് അതർ എമർജൻസി ആൻഡ് ട്രൈ ടു പ്രിസർവ് ദ ഓർഗൻ. ഓക്കെ, ഇത്രയും ടൈപ്പാണ് ഫങ്ഷണൽ ടൈപ്പ്. അങ്ങനെ ഓരോ പ്രവർത്തന രീതി, ആംബുലൻസിന് തരുന്ന ഓരോ സർവീസ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശമാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിന്റെ ഫങ്ഷൻ അനുസരിച്ച് നമുക്ക് 7 ആയിട്ട് തിരിക്കാം. ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 7 നമ്മൾ പറഞ്ഞു. ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഇല്ലേ, ഹെവി വെയിറ്റ്. ഇപ്പൊ നമ്മളെ ഒന്നും കുഴപ്പമില്ല അല്ലെ, നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ് അല്ലേ, 100 കിലോ 110 കിലോ അങ്ങനെയൊക്കെ നമ്മൾ നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ്. അപ്പൊ അവരെ എടുത്തു പൊക്കി നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റുമോ? കയറ്റാനും അവരെ മൂവ് ചെയ്യിക്കാനൊക്കെ നമുക്ക് പാടല്ലേ, അവരെ നീക്കിയിരുത്താനൊക്കെ. അപ്പൊ അങ്ങനെ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യന്റ് കണ്ടോ, അപ്പൊ അങ്ങനെ വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻസിനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി, അതെ അവരെ മൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രത്യേകം സംവിധാനങ്ങൾ ആ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ട, അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനായിട്ട്, പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട്, അപ്പൊ അവരെ മൂവ് ചെയ്യിക്കാനൊക്കെ എളുപ്പത്തിനുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും ബാരിയാട്രിക് ആംബുലൻസിൽ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ടൂൾസുകളൊക്കെ ഉള്ള, അതിന് അങ്ങനെ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. സാധാരണ ആംബുലൻസിന് പറ്റില്ല, നമുക്ക് അത് എടുത്തു പോക്കാനും അവര് മൂവ് ചെയ്യിക്കാനൊക്കെ പാടല്ലേ. അപ്പൊ അതിൻ്റെതായ, ഇപ്പൊ അവരെ എവിടെ നിന്ന് നീക്കാനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ടൂൾസുകൾ ഉണ്ടാവും. അപ്പൊ അത് വല്ല ഒരു സ്വിച്ച് ഇടോ അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവരെ നീക്കാവുന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ അവരെ എണീപ്പിക്കാനോ കിടത്താനോ ഒക്കെ അതിൻ്റെതായ രീതിയിലുള്ള ടൂൾസ് ഉള്ള ആംബുലൻസ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ കേട്ടോ. Peculiar mode of patient transport ambulance designed for extremely overweight patients. ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ്. ക്ലിയർ ആണോ നോക്കിനി? ഏതെങ്കിലും സംശയം ഉണ്ടോ അതില്? ഓക്കെ അല്ലേ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി, പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി. എമർജൻസി ഒന്നും ആവണമെന്നില്ല. അപ്പൊ അതാണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണ്, ഹോസ്പിറ്റലിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യണം, ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം അടുത്ത പ്രാവശ്യം അത് നമ്മൾ അർജന്റ് ആയിട്ട് പോണതല്ലല്ലോ, അത് നമുക്ക് ഓൾറെഡി അറിയാം 2 ദിവസം പോകണം. അപ്പൊ നമുക്ക് അർജന്റ് പർപ്പസ് അല്ല അവിടെ, നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുക, ഡയാലിസിസ് ചെയ്യുക, പോരുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു അർജന്റ് ആയിട്ടുള്ള കാര്യത്തിനല്ല, അല്ലാതെ നമ്മൾ വെറുതെ പേഷ്യന്റിനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. പേഷ്യന്റിന് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ട്രാൻസ്പോർട്ടിങ് പേഷ്യന്റിന് കൊണ്ടുപോകുക, അല്ലാതെ അതിന് വേറെ എക്യുപ്മെന്റ്സുകളോ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നോർമലായിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. എമർജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളോർക്ക് എമർജൻസി പർപ്പസ് ആണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ
പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ പേഷ്യൻസിന്, സാധാരണ നമ്മൾ ഒരു അർജന്റ് ഒന്നും അല്ല, സാധാരണ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെ ഒന്ന് കൊണ്ടുപോകുക, അതാണ് ഡയാലിസിസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുക. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞേക്കുക. അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അർജന്റ് ഒന്നും അല്ല, നമുക്കറിയാം ഓൾറെഡി അവിടെ പോകണം എന്നുള്ളത്. അപ്പൊ സാധാരണ അവരൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. ആംബുലൻസ് ബസ് ആണെങ്കിൽ ഒരുമിച്ച് ഒരുപാട് പേരെ ഒരേ സമയം കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. ചാരിറ്റി ആംബുലൻസ് എന്ന് വെച്ചാൽ ഒരു ചാരിറ്റി നൽകുന്ന ഒരു ആംബുലൻസ് ആണ്. ഇങ്ങനെ ഹോസ്പിറ്റൽ സെന്ററിലൊക്കെ കഴിയുന്ന ആളുകളെ അവരൊരു വെക്കേഷൻ, ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പാലിയേറ്റീവ് കെയർ ആംബുലൻസ് ഒക്കെ ചാരിറ്റി നൽകുന്ന ഇതിനകത്ത് വരാം, ചാരിറ്റി ആംബുലൻസിൽ വരാം. അതും ഞാൻ പറയുന്നത് അതിന്റെ ഫെസിലിറ്റികൾ വ്യത്യാസം ഉണ്ടാവും അതിന്റെ ഉള്ളില്, ഏത് ടൈപ്പ് ആണെന്നുള്ളത് അതും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. ഇപ്പൊ നമുക്ക് അവരിപ്പോ ചാരിറ്റിയുടെ കീഴിലാണെങ്കിൽ നമുക്ക് പല ടൈപ്പുകൾ വരും ആംബുലൻസുകളെ, എമർജൻസിക്ക് കൊണ്ടുപോകാനുള്ളതോ അല്ലാത്തതോ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ചാരിറ്റി ആംബുലൻസ് പറഞ്ഞാൽ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റൽ സെന്ററിലൊക്കെ കഴിയുന്ന ആളുകളെ ഒരു ഔട്ടിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം. ഇതാ പറഞ്ഞത്, കോമൺലി ബേസ്ഡ് ഓൺ ബസ് പോലെ, ആംബുലൻസ് ബസ് ഒക്കെ പറഞ്ഞില്ല, അതുപോലെ നമുക്കൊന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാം. കുറച്ച് സമയമൊക്കെ അവർ പുറത്ത് ചെലവഴിച്ച് ഇതാക്കിയിട്ട് തിരിച്ച് അവരെ എന്താണ് ഹോസ്പിറ്റൽ സെന്ററിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ഒരു ചാരിറ്റി കൊടുക്കുന്നതാണെന്നും ഒക്കെ ഇരിക്കുക. Given by a charity for the purpose of taking sick children or adult or outing or vacation. ബാരിയാട്രിക് വെയിറ്റ് ഉള്ള പേഷ്യൻസ്, ഹെവി വെയിറ്റ്, ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റാപ്പിഡ് ഓർഗൻ റിക്കവറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ പറ്റി ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിച്ച വ്യക്തികള്, അപ്പൊ അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. എന്തിനാ? അവർക്കൂടെ ഓർഗൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി. സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് ആയിട്ട് എമർജൻസി സൈക്യാട്രിക് പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ്. പല ടൈപ്പ് റോഡ് ആംബുലൻസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, നമുക്ക് തരുന്ന കെയർ അനുസരിച്ച്, പരിചരണം അനുസരിച്ച്, ലെവൽ ഓഫ് കെയർ ഇങ്ങനെ ചോദിക്കാട്ടോ. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. എത്ര ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്, ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് 7 എണ്ണം. ഓക്കെ, ദെൻ ലെവൽ ഓഫ് കെയർ, ലെവൽ ഓഫ് കെയർ അനുസരിച്ച് നമുക്ക് ആംബുലൻസിന്റെ 4 ടൈപ്പ് ആയിട്ട് തിരിക്കാം. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. ഏതൊക്കെയാ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഏതൊക്കെയാണ് 4 ടൈപ്പ്? ഏതൊക്കെയാ? ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ടൈപ്പ് ഡി ഉണ്ട്. 4 ടൈപ്പ്. ലെവൽ ഓഫ് കെയർ നമുക്ക് തരുന്ന ആ കെയർ അനുസരിച്ച്, അതിന്റെ ലെവൽ അനുസരിച്ച്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ നോക്കിയേ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. അതായത് പറഞ്ഞേക്കുന്നത് ഫോംഡ് ആസ് പെർ CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ളതാണ് ടൈപ്പ് എ ആംബുലൻസ്. CMVR അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അതനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ളതാണ് ഈ ടൈപ്പ് എ ആംബുലൻസ്. Not able to carry patients who are laying horizontally with the face and torso. Torso എന്ന് പറഞ്ഞാൽ എന്താ? ടോർസോ നമ്മുടെ ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗമില്ലേ, ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗത്തിനാണ് ടോർസോ എന്ന് പറയുന്നത്. ഫേസിങ് അതായത് നമുക്ക് നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, വളരെ എമർജൻസി ആയിട്ട് അനങ്ങാതെ തന്നെ കൊണ്ടുപോകേണ്ട കേസുകൾ ഉണ്ടാവുമല്ലോ. ഹൊറിസോണ്ടലി നേരെ തന്നെ ഫേസും ഇതൊക്കെ വെച്ച് നേരെ തന്നെ കിടക്കുന്ന പേഷ്യൻസിനെ, അത്രയും ശ്രദ്ധ കൊടുത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ഓക്കെ, സാധാ ആംബുലൻസ്. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഫേസും ടോസും ഇതൊക്കെ നമുക്ക് നേരെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കിടക്കുന്ന പേഷ്യൻസിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അത്രയും ശ്രദ്ധ കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അതിനകത്ത്. നോട്ട് അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. എന്താ? അതിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ അത് എക്സാമിന് ചോദിക്കും, ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത് ഏത് ടൈപ്പ് ആംബുലൻസിലാണെന്ന്. ഏത് ടൈപ്പിലാ?
ടൈപ്പ് എ. ടൈപ്പ് എയില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത് ഏതാ? ടൈപ്പ് എ ആംബുലൻസ് ആണ്. എ ടൈപ്പിലാണ്. അതായത് അത്രയും ശ്രദ്ധ കൊടുത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ടൈപ്പ് എ. ഇപ്പൊ മുഖവും ശരീരമൊക്കെ നേരെ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അനങ്ങാതെ ഒറ്റ ഇതിനകത്ത് അനക്കാനോ തിരിക്കാനോ ഒന്നും പാടില്ലാത്ത രീതിയിലുള്ള പേഷ്യൻസ്. അപ്പൊ അങ്ങനെ അനങ്ങാതെ കൊണ്ടുപോകേണ്ട അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. ഓക്കെ, ക്ലിയർ ആയ? അത് ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ആംബുലൻസ്. ടൈപ്പ് എ സാധാ ടൈപ്പ് ആംബുലൻസ്, അങ്ങനെ ഓർത്താൽ മതി. സാധാ ആംബുലൻസ്, വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അതിലില്ല. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ബി ആണ്. അത് നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് ബി എന്താ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അതായത് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്നുള്ള ഇത്. അപ്പൊ നമ്മളെന്താ കുറച്ചുകൂടി ടൈപ്പ് എയിനേക്കായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി ഒരു ഇതുള്ളതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂസ് ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഇതില് ക്രൂ എന്ന് പറയുന്നത് CREW, ക്രൂ എന്ന് പറഞ്ഞ ആംബുലൻസിലെ ജോലിക്കാരാണ് കേട്ടോ. സ്റ്റാഫ് ആണ് ക്രൂസ് എന്ന് പറയുന്നത്. CREW, ക്രൂ. അപ്പൊ അവിടുത്തെ ക്രൂഡ് ബൈ സ്റ്റാഫ്, അതായത് ആംബുലൻസിലെ ജോലിക്കാരൻ, അവരാണ് ക്രൂസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാഫുകൾ എങ്ങനെയാ? വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂസ് ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഒരു എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരേക്കായും ക്വാളിഫിക്കേഷൻ കുറവ്, ലെസർ ക്വാളിഫിക്കേഷൻ. അവിടെ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, അങ്ങനെ കുറവുള്ള ആളുകളായിരിക്കും ടൈപ്പ് ബിയിലുള്ളത്. എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫുകളെക്കായും അവരെക്കായും ക്രൂസിനേക്കായും ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളായിരിക്കും ടൈപ്പ് ബിയിലുള്ളത്. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ്. അപ്പൊ അവർക്ക് എന്താ ഡ്യൂട്ടി പറയുന്നത്? ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു, ഫ്രം ഓർ ബിറ്റ്വീൻ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലും അധികം ഫെസിലിറ്റി ഇല്ല കേട്ടോ. ടൈപ്പ് എയിലും ടൈപ്പ് ബിയിലും അധികം ഫെസിലിറ്റി ഒന്നും ഇല്ല. എന്നാൽ ടൈപ്പ് എയിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ആണെന്ന് മാത്രം. അപ്പൊ അതിനകത്ത് അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിങ്. അപ്പൊ അവർക്കുടെ ഡ്യൂട്ടി എന്താ? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ടു, ഫ്രം ഓർ ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ക്രൂസിന്റെ നമ്മൾ പറഞ്ഞല്ലോ, എമർജൻസി ആംബുലൻസിനേക്കായി കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ കുറഞ്ഞുള്ള സ്റ്റാഫ് മതി, ക്രൂസ് മതി ഈ ടൈപ്പ് ബിയില്. അവർക്ക് അത്യാവശ്യം നമുക്കൊന്ന് പേഷ്യന്റിനെ കിടത്തണം, ഒന്ന് മൂവ് ചെയ്യിക്കണം, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത ജോലിക്കാരായിരിക്കും ഇതില്. പേഷ്യന്റിനെ ഒന്ന് മൂവ് ചെയ്യിക്കാനൊക്കെ അറിയണം, ഒന്ന് ഇരിക്കാനോ കിടത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. അല്ലാതെ വേറെ ഫസ്റ്റ് എയ്ഡ് CPR കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഇതൊന്നും അറിയണമെന്നില്ല. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അധികം അറിവില്ലാത്ത ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫുകളായിരിക്കും ടൈപ്പ് ബിയിലുള്ളത്. ഇതിലും അധികം മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണ് ഇതിനകത്ത് ഡ്യൂട്ടി? എന്താണ് അവരുടെ? ട്രാൻസ്പോർട്ടിങ് പേഷ്യന്റ് കൊണ്ടുപോകാം, മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ അവരുടെ ഡ്യൂട്ടി വരുള്ളൂ. എങ്കിലും അത്യാവശ്യം നമുക്കൊന്ന് അവരെ ഒന്ന് മൂവ് ചെയ്യിക്കാനൊക്കെ അറിയണം, പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കാനൊക്കെ ഒന്ന് അറിയണം എന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് സി ആണ്. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നമ്മളൊന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട ഈ എക്യുപ്മെന്റ്സുകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. ടൈപ്പ് സിയില്, ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമം, comfort in working the environment, suitably equipped and suitable staff for transport and treat of patient requiring non-invasive airway.
നോൺ ഇൻവാസീവ് എയർവേ എന്ന് വെച്ചാൽ അധികം ആക്രമണാത്മകമല്ലാത്ത കാര്യങ്ങൾ, ഒത്തിരി ക്രിട്ടിക്കൽ അല്ലാത്തത്. ഓക്കെ, നോർമൽ ആയിട്ടുള്ളത്, നോർമൽ എന്നല്ല എന്നാലും ഒരുപാട് ഒരു ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടറോ സ്റ്റെതസ്കോപ്പ്, BP മോണിറ്റർ, അങ്ങനെ അടിസ്ഥാനം അത്യാവശ്യമായിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ജീവനത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉള്ളത്. അതായത് നോൺ ഇൻവാസീവ് എയർവേ, അത് അവർക്ക് എന്താ പറയാ, ആ നമുക്ക് അധികം ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ അധികം ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം അതിനകത്ത് വേണ്ടത്. ഓർ ബേസിക് മോണിറ്ററിങ്, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്. ഏതൊക്കെയാണ് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്? ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. കണ്ടോ, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ അതിലുണ്ടായിരിക്കണം ആ ടൈപ്പ് സിയില്. ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഏതാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏതില് വന്നതാണെന്ന് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്ന് വരും. ഏതാ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്? ഏതാണ്? ടൈപ്പ് സി ആണ്. ടൈപ്പ് സി. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഈ അവരെ കൊണ്ടുപോകാനായിട്ടേ പേഷ്യൻസിനെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതിലുണ്ടായിരിക്കണം. അതായത് ഏതൊക്കെയാ? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള ചെറിയത്, വലിയത് വേണ്ട, വലിയ എക്യുപ്മെന്റ്സുകളൊന്നും വേണ്ട. അങ്ങനെ ഒന്നും ഒരു ബേസിക് ആയിട്ട് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള, അതിന് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ടൈപ്പ് സി അറിയപ്പെടുന്നത് ഏതാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാനല്ല, അത്യാവശ്യം നമുക്ക് അധികം ആക്രമണാത്മകമല്ലാത്ത, നമ്മള് വലിയ ഡേഞ്ചറസ് അല്ലാത്ത, ഓക്കെ, വലിയ ഡേഞ്ചറസ് അല്ലാത്ത രീതിയിലുള്ള പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനുള്ള അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ അതിലുണ്ടായിരിക്കണം. ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ്, ആ ഒരു പേഷ്യൻസിന് അങ്ങനെ കൊണ്ടുപോകാൻ രീതിയിലുള്ള ഒരു ഉപകരണങ്ങളും അതിലുണ്ടായിരിക്കണം. അധികം വലിയ ഡേഞ്ചറസ് ആയിട്ടല്ല. ഓക്കെ, ഇനി ബാക്കിയത് നമുക്ക്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയാവുന്ന സ്റ്റാഫും ആയിരിക്കണം കേട്ടോ. കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ കൂടിയതായിരിക്കണം ഉള്ള സ്റ്റാഫുകളായിരിക്കണം ടൈപ്പ് സിയിൽ വന്നത്. ബിയിനേക്കായും കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഓക്സിജൻ സിലിണ്ടർ കാര്യങ്ങളും BP മോണിറ്റർ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് യൂസ് ചെയ്യാൻ അറിയുന്ന സ്റ്റാഫുകൾ വേണം ഇതിൽ ഉള്ളത്, ഈ ആംബുലൻസിന്റെ ക്രൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ല. പേഷ്യൻസിനെ നമുക്ക് ഇങ്ങനെ നേരെ അനങ്ങാതെ കിടക്കാൻ പറ്റുന്ന പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അധികം മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല. ടൈപ്പ് ബിയും അതുപോലെ തന്നെ വെച്ചാൽ വലിയ ഫെസിലിറ്റി ഒന്നുമില്ല. ടൈപ്പ് എയിനേക്കാൾ ഇച്ചിരി കൂടി അഡ്വാൻസ് ആണെന്നുള്ളൂ കാര്യം. അപ്പൊ പേഷ്യന്റിന് അപ്പൊ അതിനകത്തുള്ള ക്രൂസിന്റെ കാര്യം ഇവിടെ പറയുന്നത് കുറച്ചും കൂടി എന്താ എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരേക്കായി കുറച്ചും കൂടി എന്താ ക്വാളിഫിക്കേഷൻ കുറവ് മതി അവർക്ക്. ലെസ്സർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് മൂവ് ചെയ്യിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് അറിഞ്ഞാൽ മതിയാവും. അപ്പൊ എന്താ അവർക്കൊരു ഡ്യൂട്ടി പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ
അവരുടെ ഡ്യൂട്ടി വരുന്നുള്ളൂ. ടൈപ്പ് സി ആവുമ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പോൾ ഒരു അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ, അധികം ആക്രമണാത്മകമല്ലാത്ത കേസുകൾ, അങ്ങനെയുള്ള കേസുകളിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈപ്പ് സി. അവിടെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതെല്ലാം എന്താ ഉള്ളതായിരിക്കും. അങ്ങനെ അതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള, അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. അതിലെ ജോലിക്കാർക്കും എന്ത് വേണം, ഈ എക്യുപ്മെന്റ്സുകൾ ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി വെക്കാം കേട്ടോ. ഞാനൊരു കാര്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഗോൾഫ് കാർട്ട് എല്ലാവരും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇന്ന് ഗൂഗിളിൽ ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം.